Meet the editors. 2026 സൂചനയോ എന്നാണ് ചോദ്യം. ഇതിലേക്ക് 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അത് ചെറിയ ഭൂരിപക്ഷമല്ല. നിലമ്പൂർ മണ്ഡലത്തിൽ 2016 പരാജയപ്പെടുമ്പോൾ ആര്യടൻ ഷൗക്കത്തിനേക്കാൾ ഭൂരിപക്ഷം PV അൻവർ നേടുന്നത് 11,500 വോട്ടിൻ്റെയാണ്. അതിനെയും മറികടന്നുള്ള ഭൂരിപക്ഷമാണ് ആര്യടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. ഇത് 2026 സൂചനയാണോ? 2026 സൂചനയാണ്. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ളത് പല ഉപതെരഞ്ഞെടുപ്പുകളായി ഇപ്പോൾ UDF കാണിച്ചിരുന്നുണ്ട്. അവരെ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, ഓരോ ബൂത്ത് തലത്തിലും അവരിങ്ങനെ A-B-C എന്ന് കണക്കാക്കി, A നല്ല ഉറപ്പുള്ളത്, B കുറച്ചുറപ്പുള്ളത്, C ഒരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ലാത്ത, അപ്പോൾ ഇത് കണക്കാക്കി അങ്ങനെയാണ് അവർ ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടത്തുക. അത് കഴിഞ്ഞ് കുറേ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ നിലമ്പൂരിൽ തുടർന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പലതവണ ചർച്ചകളിൽ പറഞ്ഞതുപോലെ ലീഗിനും കോൺഗ്രസിനും ഇടയിൽ നിലമ്പൂരിലുണ്ടായിരുന്ന പ്രശ്നം, അത് ആര്യടൻ കുടുംബവുമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അത് പരിഹരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ മുൻകൈയിൽ തന്നെ അത് പരിഹരിക്കുന്നു. ഓരോ ബൂത്തുകൾക്കും ചുമതല പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കൊടുക്കുന്നു. UDF ആയാലും മുഴുവൻ നേതാക്കളെയും അവിടെ വിന്യസിക്കുകയാണ്. യുവ നേതാക്കൾ മുഴുവൻ അവിടെയുണ്ട്. പരസ്പരം ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞിരുന്ന നേതാക്കൾ പോലും കൈകോർത്ത് പ്രചാരണം നടത്തുന്നതാണ് കണ്ടത്. അവിടെ ചാണ്ടി ഉമ്മനെ പോലുള്ള യുവ നേതാക്കൾ വീടുകൾ കയറിയുള്ള പ്രചാരണം എന്ന് പറയുമ്പോൾ, ഒരു വീട്ടിലൊരു 3 വോട്ടർ എന്ന് കണക്കാക്കുകയാണെങ്കിൽ 3000 വീടുകൾ എന്ന് പറയുമ്പോൾ 12,000-ൽ പരം വോട്ടുകൾ ചാണ്ടി ഉമ്മൻ തന്നെ ആ തരത്തിൽ സമാഹരിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അത് നോക്കുമ്പോൾ അവരുടെ ഒരു പ്രവർത്തനം അത് ഒരു തുടർച്ചയാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രീതി അവിടെ തുടരുന്നു എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ഞങ്ങളുടെ ബേസ് വോട്ട് അവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത്, 2006 ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ്, അതിൽ 69,452 വോട്ട് അതാണ് അവിടെ കിട്ടിയിരുന്നത്. അപ്പോൾ അത് ബേസ് വോട്ടാണെന്ന് പറയായിരുന്നു. ഇപ്പോൾ എത്രയിലേക്ക് കുറഞ്ഞിരിക്കുന്നു? അങ്ങനെ നോക്കുമ്പോൾ എത്രയിലേക്ക് കുറഞ്ഞു? വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും 45-47 എന്ന രൂപത്തിലാണ് CPM നിന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സ്വരാജ് മത്സരിക്കുമ്പോൾ ആ വോട്ടിംഗ് ശതമാനം 37% എത്തുകയാണ്. ആ 37% എത്തുന്നത് എപ്പോഴാണ്? അവിടേക്ക് വോട്ടർമാരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് അല്ലേ? എത്ര വോട്ടർമാർ? ഒരു 7,000 വോട്ടറെങ്കിലും കൂടിയിട്ടുണ്ട്. 7,000 അല്ല, 1,36,000-ൽ നിന്ന് 1,72,000 കൂടി 2011 അപേക്ഷിച്ച്. വോട്ടർമാരുടെ എണ്ണം കൂടി. ആ വോട്ടർമാരുടെ എണ്ണം കൂടുതൽ എത്ര വോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ 20 വർഷം മുമ്പുള്ള കണക്ക് പറയുന്നത്, ആ കണക്കും ശരിയില്ല. ആ കണക്കിൽ നിന്ന് 2,000 അല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് എന്ത് തരം കണക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. PV അൻവർ വരുമ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 77,800 കിട്ടി, 16-ൽ കിട്ടി. അത് കഴിഞ്ഞ് 21-ലാവുമ്പോൾ 81,200 വോട്ടുകൾ കിട്ടി. അപ്പോൾ ആ ബാക്കി വരുന്ന ഒക്കെ അൻവർ സമാഹരിച്ചതാണ് എന്ന രൂപത്തിൽ പറയുകയാണ്. സാങ്കേതികമായി ഞങ്ങൾ പരാജയപ്പെട്ടില്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിച്ചിട്ടില്ല എന്ന ഒരു വസ്തു പറയുന്നു. ഞങ്ങളുടെ വോട്ടുകൾ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നു. ഈ ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. എല്ലാ കാലത്തും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ നിഷ്പക്ഷമായ 5-6 വോട്ടുകളാണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക. അത് 2021 കിട്ടിയത് കൊണ്ടാണ് CPM തുടർഭരണം സാധ്യമായത്. അതായത് നിഷ്പക്ഷമായ വോട്ടുകൾ. അങ്ങനെയുള്ള നിഷ്പക്ഷമായ വോട്ടുകൾ എന്തുകൊണ്ട് സ്വരാജിന് കിട്ടിയിട്ടില്ല? മതേതര വോട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ ആ മതേതര നിലപാടാണോ? സ്വരാജ് എന്ന വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ്, അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. 19 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ, ഇത് രാഷ്ട്രീയ മത്സരം എന്ന് പറയുമ്പോൾ എവിടെയാണ് CPM പിഴച്ചിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഇവിടെ പ്രോഗ്രസ് കാർഡിനൊപ്പം തന്നെ തിരികെ കയറ്റി തുടക്കത്തിൽ തന്നെ പറയുന്നത് ജമാഅത്തെ വോട്ട് എന്ന രൂപത്തിലാണ്. ഏത് ഘട്ടത്തിലാണ് CPM ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CPM RSS ബന്ധം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി RSS ബന്ധം, പോലീസ് RSS ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച് ഇറങ്ങിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ വിഷയം അവിടെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ മറുപടി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ MR അജിത് കുമാർ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച വിഷയം അതവിടെ നിൽക്കുന്നു. അതവിടെ നിൽക്കെ തന്നെ, അതിൽ മറുപടി പറയാതെ ഇരിക്കെ തന്നെ, അവിടെ വെള്ളാപ്പള്ളി നടേശം വന്നിട്ട് അവിടെ ഭൂരിപക്ഷ വിഭാഗത്തിന് ശ്വാസം മുട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറുപടി പറയാതിരിക്കെ തന്നെ ഇപ്പുറത്ത് എന്താണ് പറയുന്നത്? ഇവിടെ ന്യൂനപക്ഷ വർഗീയത നടമാടുകയാണെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വർഗീയ കലാപം അഴിച്ചുവിട്ട് അത്തരത്തിൽ പിടിയിലായ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മളാരും കണ്ടിട്ടില്ല. വർഗീയ പ്രസംഗം നടത്തി പോലീസ് നടപടി നേരിട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ആ തരത്തിൽ വർഗീയ പ്രസംഗങ്ങൾ അവരിൽ നിന്നുണ്ടായതേ കണ്ടിട്ടില്ല. കേവലം 3000 വരുന്ന വോട്ട് വരുന്ന, ആ ഏറ്റവും തുച്ഛമായ വോട്ട് ശതമാനം വരുന്ന ആ വിഭാഗത്തിൻ്റെ കാര്യം ഒരു ഭീതി സൃഷ്ടിക്കലാണ്. ആ ഭീതി സൃഷ്ടിക്കൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ന്യൂനപക്ഷ
എന്നുള്ളത് ഏതെങ്കിലും ഒരു ആലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നോ PDP എന്നോ എന്ന രൂപത്തിൽ കൊണ്ട് ആലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നേ. കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തെ അവർ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആരെന്തു പറയുന്നു, ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ ജീവിതം ഇവിടെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്, ഒരു തരം ഭീതി അവർക്ക് ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വിഷയം ഏറ്റെടുക്കുന്നത്. നോക്കൂ, ഈ പ്രചാരണത്തിലുള്ള മുഖ്യമന്ത്രി അവിടെ 3 ദിവസം ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും അതുതന്നെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പരാജയത്തിന് ശേഷം എന്ത് പാഠം പഠിക്കുന്നു എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. MV ഗോവിന്ദൻ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറയുകയാണ് വർഗീയ വോട്ടുകൾ ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക? നിലമ്പൂരിലെ ജനതയെ അപമാനിക്കലല്ലേ അല്ലേ? തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ ഉണ്ടാകും. അപ്പുറത്ത് ഒരു വിഭാഗം ജയിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടിയത് മുഴുവൻ വർഗീയ വോട്ടാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന എന്ത് മോശം പ്രവണതയാണ്. അത് നമ്മൾ വടകരയിൽ കണ്ടു, അത് നമ്മൾ പാലക്കാട് കണ്ടു, തൃക്കാക്കരയിലും കണ്ടിട്ടുണ്ട് ഒരു രൂപത്തിൽ. ഇപ്പോൾ അത് തന്നെ നിലമ്പൂരിലും ആവർത്തിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇത് തുടരും എന്നുള്ളതാണ്. അപ്പോൾ എന്തിൻ്റെ സൂചനയാണ്? ആർക്കാണ് ഇവിടെ വഴിയൊരുക്കുന്നത്? CPM എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നു. ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുമെന്ന് പറയുമ്പോൾ നമ്മളാരും കേട്ടില്ല ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെതിരെ പറയുന്നത്. ഇതുവരെ കേട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും കേട്ടില്ല. ആ സമയത്ത് അതിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് കരുതിയ സമയത്ത് വെള്ളാപ്പള്ളിക്ക് അവിടെ പൊന്നാട അണിയിക്കുകയായിരുന്നു. അപ്പോൾ ശക്തമായ പ്രതികരണം അവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഘടകങ്ങളായി വരുന്നത്. നോക്കൂ, എല്ലാ പഞ്ചായത്തുകളും ഓരോ പഞ്ചായത്ത് നമ്മൾ തുടക്കം മുതൽ ഈ അവിടെ രാവിലെ 5 മണി മുതൽ നമ്മളിന്ന് വായിക്കുകയല്ലേ. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ലീഡ് എന്ന രൂപത്തിലേക്ക് സ്വരാജ് എത്തുന്നുണ്ടോ? ഇല്ല. രണ്ട് റൗണ്ട് എന്ന് പറയുമ്പോൾ നോക്കൂ, ഒരു പഞ്ചായത്തിൽ പോലും ആകെ കരുളായി മാത്രം, അതും എത്ര 100 ചില്ലാൻ പോത്തുകല്ലിലെ ഒരു റൗണ്ട് കരുളായി, അത്രയേ ഉള്ളൂ. അതേ പറയുന്നത്. ഇത്രയും, അതായത് അവരുടെ പഞ്ചായത്ത് അവരുടെ നഗരസഭ എന്നിടത്താണ്. അവിടെ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. ആകെ കരുളായിയാണ്. കരുളായിൽ എത്രയാണ്? 118 വോട്ടിന്. അത്രയും ചെറിയ കണക്കിലാണ് ലീഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് നൽകുന്ന സന്ദേശം? സ്വരാജ് എന്ന വ്യക്തിക്കല്ല, സ്വരാജ് എന്ന വ്യക്തിയേയല്ല. സ്വരാജ് ഇതിൽ വളരെ മിതമായി സംസാരിച്ചിട്ടുള്ളൂ. സ്വരാജിന്റെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടില്ല. അദ്ദേഹം മതേതര നിലപാട് എല്ലാ കാലത്തും പറയുന്നതാണ്. ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ആ വ്യക്തിക്കല്ല അവിടെ വോട്ട്. ആര്യടൻ ഷൗക്കത്ത് എന്ന വ്യക്തി അപ്പുറത്തെടുക്കുമ്പോൾ അതും വ്യക്തിക്കല്ല വോട്ട്, അത് UDFനുള്ള വോട്ടാണ്. ആര്യടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പ് മറികടന്ന് ലീഗ് ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നു എന്ന രൂപത്തിലേക്ക് അവിടെ എത്തുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഒരു പാഠമാകുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പാഠമാവുകയാണെങ്കിൽ ഇനിയും ഞങ്ങളിത് പറയുമെന്ന് പറയില്ല. അടുത്ത 2026 ഇതേ മാതൃകയാണ് ഞങ്ങൾ തുടരാൻ പോകുന്നത് എന്ന് CPM പറയുകയാണെങ്കിൽ അത് CPMനുള്ള ആബൽ സൂചനയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി PV അൻവർ എന്ന ഫാക്ട്, PV അൻവർ നമ്മൾ ഇപ്പോൾ ഈ വലിയ പ്രകടനങ്ങളും പ്രചാരണങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ സമയത്ത് PV അൻവറിന് കിട്ടുന്ന ക്ലബ്ബുകളിലെ വോട്ടുകളുണ്ട്, സ്ത്രീ വോട്ടർമാരുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ 100 പേരൊക്കെ വരുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളൊക്കെ PV അൻവറുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം അദ്ദേഹം സൂക്ഷിക്കുകയും അതൊക്കെ കൃത്യമായി അത് പോയി വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന നഗരസഭയിൽ, ഈ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം പറഞ്ഞ ഞാൻ കാരണം നേടിയ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അവിടെ UDF നല്ല ലീഡ് നേടിയിരിക്കുന്നു. അവിടെ PV അൻവറിന് എത്ര കിട്ടി എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ PV അൻവറിന് ആകെ നേടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് അദ്ദേഹം നിസ്സാരക്കാരനല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോൾ UDFും PV അൻവറും ചേർന്ന വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാമായിരുന്നല്ലോ, ഈ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ ചിതറിപ്പോകുമായിരുന്നില്ലല്ലോ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, PV അൻവർ PV അൻവർ തെളിയിച്ചിരിക്കുന്നു. അപ്പുറത്ത് UDFും. കാരണം വെല്ലുവിളിച്ചുകൊണ്ടൊരു മുന്നണിയിലേക്ക് നമുക്ക് കയറാൻ സാധിക്കില്ല. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ജയമുണ്ടായാൽ പോലും എൻ്റെ വിജയം, എൻ്റെ ക്രെഡിറ്റിൽ കിട്ടിയ വിജയം എന്ന് PV അൻവർ പറഞ്ഞാൽ അവിടെ അപ്രസക്തരാകുന്ന PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഈ നേതൃനിരയും ഒക്കെയാണ്. UDF അപ്രസക്തമാകും. അങ്ങനെ അപ്രസക്തമാകുന്ന ഒരു രീതിയിലേക്ക് UDF പോകില്ല. അപ്പോൾ ഇപ്പോൾ 2 കൂട്ടരും അവരവരുടേതായ ശക്തി തെളിയിച്ചിരിക്കുന്നു. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധ്യമാകും ഒരുപക്ഷെ സഖ്യം. പക്ഷേ അത് വളരെ പെട്ടെന്ന്, ഇനിയിപ്പോൾ 3 മാസമെങ്കിലും ഉണ്ടാവും. ഒക്ടോബറിലായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അപ്പോൾ അതിനിടയ്ക്ക് കുറേ കഴിഞ്ഞിട്ടൊക്കെ അതിലെ ചർച്ചകളിലേക്ക് നീങ്ങിയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് ഒരു നല്ല പാഠമാകേണ്ടതുണ്ട്. ഇതല്ല പ്രചാരണത്തിൽ കൊണ്ടുവരുന്നത്. ഈ പറയുന്ന പ്രോഗ്രസ് കാർഡ് അവിടെ പറയാം. പ്രോഗ്രസ് കാർഡ് പറയുന്നതിനൊപ്പം എന്താണ് പറഞ്ഞത്? അത് ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് മോശം പ്രവണത ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, ഭയപ്പെടുത്തുന്നതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഭയപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നാക്കം പോയില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും. ജിമ്മി, UDFിൻ്റെ കൃത്യമായി കണക്കൊപ്പിച്ചുള്ള വിശകലനം അത് വളരെ കൃത്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പോത്തുകല്ലിലടക്കം അവർ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിച്ചപ്പോൾ നമ്മൾ പോലും കരുതിയില്ല. ഒരുപക്ഷെ പോത്തുകല്ലിൽ ഒരു കൂടുതലാണ്. അമരമ്പലത്ത് UDF മുന്നേറ്റം നടത്തും. നിലമ്പൂരിൽ 2500-നും അപ്പുറം വോട്ടുകൾ UDF പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കത് വിശ്വസിക്കാനുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ UDF പറഞ്ഞത് കൃത്യമായിരുന്നു, പിഴച്ചില്ല. 2026 സൂചനയാണോ? ഈ കാര്യത്തിൽ LDFിൻ്റെ പരാജയം ആധികാരികമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതുപോലെ UDFിൻ്റെ വിജയം ആധികാരികമാണോ എന്നുള്ള ചോദ്യം തുടങ്ങണം നിലമ്പൂരിലേത്.
കാരണം 79,000 വോട്ട് കഴിഞ്ഞ തവണ പിടിച്ച UDF ഒരു 800 വോട്ട് കുറച്ചാണ് ഇത്തവണ പിടിച്ചിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ ഭാഗത്താണെങ്കിൽ 16,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അൻവർ ആണെങ്കിൽ ഏതാണ്ട് 20,000 വോട്ട് പിടിച്ചിരിക്കുന്നു. പ്രശ്നം അപ്പോൾ UDF ഇത്രയും വോട്ടില്ലല്ലോ. അപ്പോൾ UDF കയ്യിലുള്ള വോട്ട് കുറച്ച് ഒരു 800 വോട്ട് പോവുകയും ചെയ്തു. UDF ആണെങ്കിൽ പ്രധാനമായി അവകാശപ്പെടുന്നത് ഇതൊരു ഭരണവിരുദ്ധ വികാരമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം അവിടെ പോയി ഇത് മുഴുവൻ അൻവർ കൊണ്ടുപോയോ? ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചുറ്റിത്തിരിയുന്നത്. എനിക്കതിനകത്തുള്ള ഉത്തരം ഇത് ഒരു UDFും LDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരുന്നില്ല. BJP മാറ്റി നിർത്തുന്നത് BJPക്ക് കാര്യമായി വോട്ട് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. അൻവർ ഫാക്ടർ എന്ന് പറയുന്നത് ആ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു ലോക്കൽ മാടമ്പിയുടെ ഒരു പ്രദേശത്തെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മനുഷ്യൻ്റെ ഇൻ്റർവെൻഷനാണ്. അയാളാണ് 20,000 വോട്ട് കൊണ്ടുപോയത്. അൻവർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ 20,000 വോട്ടിനടുത്തുള്ള 19,000 ചെല്ലുവാനും വോട്ട് ഇത് എവിടെ പോകുമായിരുന്നു? അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് 2026 പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഗതി നിയന്ത്രിക്കാൻ പോകുന്നത്. ഞാൻ കരുതുന്നത് PV അൻവർ ഈ ഇലക്ഷനിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഈ വോട്ട് UDFിൻ്റെ അടുത്തേക്ക് തന്നെ വരുമായിരുന്നു. അൻവറിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. 2016 2021 PV അൻവറിൻ്റെ ഘടകം കൊണ്ട് തന്നെയാണ് ഈ LDF ജയിച്ചത്. പക്ഷേ ഇത്തവണ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഈ സർക്കാരിനെതിരെയുള്ള പുലഭ്യം മുഴുവൻ പറഞ്ഞുകൊണ്ടാണ് PV അൻവർ ഇലക്ഷനിലേക്ക് വരുന്നത്. ഇലക്ഷൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നത് പിണറായിക്കെതിരായ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ്. UDF അത് ഏറ്റുപിടിക്കുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ PV അൻവറിൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇളക്കാവുന്ന പരമാവധി വോട്ടുകളെ അദ്ദേഹം ഇടതുമുന്നണിയിൽ നിറക്കി. കുറേ വോട്ടുകൾ UDFിൻ്റെ ഭാഗത്തു നിന്ന് ഇളക്കി. അപ്പോൾ ഒരു 800 വോട്ട് അൻവറിന് UDFിന് കുറഞ്ഞതുകൊണ്ട് ആ 800 അതുപോലെ തന്നെ PV അൻവർ പിടിച്ച ബാക്കിയുള്ള 18,000 അത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് 2+2 4 എന്ന രീതിയിലൊരു കണക്കിന് യാതൊരു പ്രസക്തിയുമില്ല. UDFും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായുള്ള വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അൻവർ സ്വന്തം നിലയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് നമ്മളിന്ന് രാവിലെ കണ്ടതാണ്. വഴിക്കട എണ്ണുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വോട്ടടക്കം അൻവർ പിടിച്ചു. അതുകൊണ്ട് അൻവർ പിടിച്ചതെല്ലാം ഭരണവിരുദ്ധ വികാര വോട്ട് എന്നുള്ളതല്ല. അൻവറിൻ്റേതായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് അൻവർ പിടിച്ച വോട്ടുകളാണ്. പക്ഷേ ആകെ മൊത്തം നോക്കിയാൽ LDFിനെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ വലിയ ഭൂരിപക്ഷത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ ക്യാമ്പയിൻ അടിസ്ഥാനം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെ വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സർക്കാരിനെതിരെയുള്ള ജനവികാരം ഇതെല്ലാം ചർച്ചയായി. മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത VD സതീശൻ, മുസ്ലിം വർഗീയതയ്ക്കയുടെ അത് ചർച്ചയാക്കിയ ഇടതുമുന്നണിയുടെ തന്ത്രം, ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടും UDFിന് പ്രതികൂലമായിട്ടും സംഭവിച്ചിട്ടുമുണ്ട്. ഇത്തരം പ്രാദേശിക സാഹചര്യങ്ങൾ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെ നിർണ്ണയിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തവണ കൂടി നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അൻവർ ഈ വോട്ട് പിടിക്കുമോ? പിടിക്കില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. കാരണം PV അൻവർ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ വന്നു നിന്ന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു നിന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കുന്ന ഒരു PV അൻവറാണ് 20,000 വോട്ട് പിടിച്ചത്. ആ സാഹചര്യം അവസാനിക്കുകയാണ്. നിലമ്പൂർ ഒഴിച്ചുള്ള ബാക്കി 139 മണ്ഡലങ്ങളിലും PV അൻവർ ഇല്ലതാനും. ഇപ്പോൾ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് UDFിന് അനുകൂലമായ സർക്കാർ വിരുദ്ധ വികാര വോട്ടായി മാറാനുള്ള സാധ്യതയുടെ സൂചനകളാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പാർട്ടി വോട്ടുകളുടെ കാര്യത്തിൽ കേഡർ വോട്ടുകൾ കൃത്യമല്ലേ, കേഡർ വോട്ടുകൾ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ശ്രീരാമകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 69,000, ഇപ്പോൾ M സ്വരാജ് 66,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അന്ന് എത്രയായിരുന്നു ആകെ പോൾ ചെയ്ത വോട്ടുകൾ? അന്ന് 1,60,000-ത്തിനടുത്താണ് വോട്ടുകളുടെ മൊത്തം സ്ട്രെങ്ത് ഉള്ളത്. ഇപ്പോൾ അതല്ല. ഇനി കേഡർ വോട്ടുകൾ ഭദ്രമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ കേഡർ വോട്ടുകൾ ഇത്രയുമുണ്ട്, 65,000 LDFിൻ്റെ UDFിൻ്റെ CPMൻ്റെ കേഡർ വോട്ടുകൾ തന്നെ വിചാരിച്ചോളൂ. കേഡർ വോട്ടുകൾ കൊണ്ട് ഏത് പാർട്ടിയാണ് ജയിക്കുക? ഏത് മണ്ഡലത്തിലാണ് ജയിക്കുക? സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കേഡർ വോട്ടുകൾ നമ്മുടെ കയ്യിൽ സുശക്തമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കേരളത്തിൽ എല്ലാ കാലത്തും കേഡറിനപ്പുറത്തുള്ള, അത് LDFിൻ്റെ മാത്രമല്ല കേട്ടോ, UDFിൻ്റെയും കേഡർ വോട്ടുകളുടെ പേരിലല്ല ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക, അതിനപ്പുറമുള്ള വോട്ട് സമാഹരിക്കുന്നതിലാണ്. അത് സമാഹരിക്കുന്നതിൽ നിലമ്പൂരിൽ അതിദയനീയമായി തോറ്റു. മണ്ഡല പുനർനിർണയത്തിന് മുമ്പ് ഇത് UDFിൻ്റെ മൃഗീയ ഭൂരിപക്ഷം തരുന്നൊരു മണ്ഡലമായിരുന്നെങ്കിൽ 2008 ശേഷം 2011 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ചെറിയ UDFിന് എഡ്ജ് ഉണ്ടെന്നുള്ളതല്ലാതെ ഏറെക്കുറെ LDFിനും ശക്തി സമാഹരിക്കാവുന്ന ഒരു സ്ഥലമായി മാറിയ മണ്ഡലമാണ്. വടക്കൻ കേരളത്തിൻ്റെ ഒരു നേർചിത്രമായി നിങ്ങൾക്ക് ഈ മണ്ഡലത്തെ കണ്ടാൽ ഇവിടെ ഒരു ഈക്വൽ ശക്തികളായി നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് 3 തവണത്തെ ഇലക്ഷനിൽ 2011 UDF ജയിക്കുന്നു, 2016 2021
LDF വരുന്നു. അതിനുശേഷം ശക്തമായ ഒരു കക്ഷി, ഒരു മൂന്നാമൻ ഉണ്ടായിട്ട് കൂടി UDF ജയിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ ഘടകം. അതുകൊണ്ട് ഇത് 2026 സൂചന തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ കേഡർ വോട്ടുകൾ ഏതാണ്ട് സംരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ LDFന് സമാധാനിക്കാമെന്നല്ലാതെ പൊതു വോട്ടുകൾ പിടിച്ചു വയ്ക്കാൻ, കയ്യിൽ മുമ്പുണ്ടായിരുന്ന വോട്ടുകൾ പോകാതിരിക്കാനുള്ള LDFൻ്റെ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു. ഒരു കാര്യം കൂടെ പറയാം. പക്ഷേ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ 2026 വേണ്ടി മുൻപേ എറിഞ്ഞ ഒരു വടി കൂടിയുണ്ട്. ആ വടി ഓർക്കണം. ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് LDF പറഞ്ഞു തുടങ്ങിയ ക്യാമ്പയിനാണ്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, PV അൻവറിനെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ സ്വരാജിനെ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഞങ്ങൾക്കൊരു നയമുണ്ട്, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, അത് പറയുകൂടെയാണ് തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു. ഇലക്ഷൻ കാലത്ത് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള വാദങ്ങൾ ഉന്നയിച്ചു. VD സതീശൻ ഒരു വേള ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു കുഴിയിൽ പോയി വീഴുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷവും അതേ സാധനം ആദ്യം LDFൻ്റെ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞത്. ഒരു വർഗീയ പാർട്ടിയുടെയും ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് ഇന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വരാജ് തൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മാധ്യമങ്ങളുള്ള സംസാരം അവസാനിപ്പിച്ചത്. പിന്നീട് ഇടതുമുന്നണിയുടെ നേതാവ് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും വർഗീയ വോട്ടുകളാണ് UDFനെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ നറേറ്റീവ് തുടങ്ങി വയ്ക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിലമ്പൂരിൽ LDF പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുസ്ലിം വർഗീയ വോട്ടുകൾ തേടുന്നു UDF എന്നുള്ള ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള മറുമരുന്നായിരിക്കും UDF പറയാൻ ശ്രമിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എന്തായാലും ജമാഅത്തെ ഇസ്ലാമി വർഗീയ കൂട്ടുകെട്ട് മുതലായവ വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. 2026 സൂചന തന്നെയാണ്. 2 കാരണങ്ങളാൽ. ഒന്ന്, നിഷ്പക്ഷ വോട്ടുകൾ മുഴുവൻ അടപടലം LDFൻ്റെ കയ്യിൽ നിന്ന് ഇളകി മാറി. 2, PV അൻവർ ഘടകം ഉണ്ടായിട്ടും UDFന് ആധികാരികമായ വിജയം നേടാൻ സാധിച്ചു. 2026 സൂചനയാണോ എന്ന ചോദ്യത്തിന് ഇത് 2026 വലിയ സൂചനയല്ല എന്നതാണ് എൻ്റെ ടേക്ക്. അതിന് കാരണമുണ്ട്. അതിലൊന്ന്, നിലവിലുള്ള നമ്മുടെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDFന് 10,000-ലേറെ വോട്ടുകൾ സമ്മാനിച്ച് എത്ര മണ്ഡലങ്ങളുണ്ടെന്നറിയാമോ? 69 മണ്ഡലങ്ങളിൽ 10,000-ലേറെയാണ് ഭൂരിപക്ഷം LDFന് 2021 തെരഞ്ഞെടുപ്പിൽ. അതിൽ തന്നെ 42 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 20,000-നും മുകളിലാണ്. 20,000-ന് മുകളിലുള്ള 42 മണ്ഡലങ്ങൾ LDFൻ്റെ കയ്യിലുണ്ട്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള 69 മണ്ഡലങ്ങൾ LDFൻ്റെ കയ്യിലുണ്ട്. ഇനി 5,000-ന് മുകളിലുള്ള 14 കോൺസ്റ്റിറ്റ്യുവൻസികൾ LDFൻ്റെ കയ്യിലുണ്ട്. നിലമ്പൂർ ഏതിലാണ് പെടുന്നത്? ഈ 3 കാറ്റഗറിയിലും നിലമ്പൂർ ഉൾപ്പെടുന്നില്ല. 20,000-ന് മുകളിലല്ല ഭൂരിപക്ഷം, 10,000-ന് മുകളിലല്ല, എന്തിനേറെ 5,000-ന് മുകളിലല്ല. കേവലം 2,700 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമുള്ള നിലമ്പൂർ മണ്ഡലം വരുന്നത് അവസാനത്തെ കാറ്റഗറിയിലുള്ള 16 മണ്ഡലങ്ങളിലാണ്. ആ 16 മണ്ഡലങ്ങളിലാവട്ടെ 3 ഇപ്പോൾ മന്ത്രിമാരുണ്ട്. നിയമമടക്കമുള്ള സ്ഥലങ്ങളിൽ മന്ത്രിമാരുണ്ട്. ആ 16 മണ്ഡലങ്ങളാണ് നിലവിൽ ഏതെങ്കിലും തരത്തിൽ UDFന് വലിയ പ്രതീക്ഷകൾ വയ്ക്കാവുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് UDFൻ്റെ വിജയസാധ്യതയുള്ള കഴിഞ്ഞ തവണ LDFന് 5,000-ൽ താഴെ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിൽ 98 സീറ്റുകളോളം ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയെ സംബന്ധിച്ച് 2,700 മാത്രം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിലെ തിരിച്ചടി എന്ന് പറയുന്നത് ഒരു വലിയ സൂചനയല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, എന്താണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ സംഭവിച്ചത്? ഞാനൊരു കണക്ക് പറയാം. 2011 കണക്കിന് മുമ്പ് നമുക്ക് 2006 കണക്കിലേക്ക് തന്നെ പോകാം. ഈ മണ്ഡലം ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ മണ്ഡലമാണോ എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം. എൻ്റെ ഒരു രാഷ്ട്രീയ പഠനത്തിൽ നിലമ്പൂർ മണ്ഡലത്തെ വെച്ച് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല. ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ മണ്ഡലമേ അല്ല ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. ഉദാഹരണം, താനൂര് പോലൊരു മണ്ഡലം, അവിടെ ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല. തവനൂര് പോലൊരു മണ്ഡലം, അവിടെ ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല. അരുവിക്കര പോലൊരു മണ്ഡലം, അവിടെയും നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല. കാര്യം ഇതിലൊക്കെ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഉണ്ടെന്നേ. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ താനൂരിലും തവനൂരിലും നിലവിൽ അവിടെ KT ജലീലിനെയും V അബ്ദുൾ റഹ്മാനെയും മാറ്റി CPMൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന് വരട്ടെ, ഇതേ റിസൾട്ട് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നത്. കാരണം അവിടെ സ്വതന്ത്രരായി വന്ന് ഇടതുമുന്നണിയുടെ പാളയത്തിലെത്തി സ്വതന്ത്രർ കൊണ്ടുവരുന്ന വോട്ടിൻ്റെ കൂടി പിൻബലത്തിലാണ് LDF വിജയിച്ചിരിക്കുന്നത്. ഇനി നിലമ്പൂരിലേക്ക് വരൂ. നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാൻ പറ്റിയ മണ്ഡലമല്ല, അളക്കാൻ പറ്റിയ മണ്ഡലമല്ല എന്ന് ഞാൻ പറയുന്നത്? 2006 തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? 2006 തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സമയം.
അങ്ങനെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ 3 കാലയളവിൽ ആര്യാടൻ മുഹമ്മദ് ആ മണ്ഡലത്തിൽ പരാജയപ്പെടണമായിരുന്നു. ആര്യാടൻ മുഹമ്മദിനെതിരെയുള്ള MLA എന്ന നിലയിലുള്ള വിരുദ്ധ വികാരവും മുന്നണി എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള ഭരണവിരുദ്ധ വികാരവും 34 വർഷം അലയടിക്കാത്ത മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു പ്രോ UDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നിലമ്പൂർ എന്നുള്ളതാണ്. 34 വർഷമാണ് അത് 2006 പ്രത്യേകത എന്താ? 2006 ഉമ്മൻചാണ്ടി സർക്കാരിനോടുള്ള എതിരെയുള്ള വിരുദ്ധ വികാരം അലയടിച്ചു എന്ന് മാത്രമല്ല, ആ സമയത്ത് VS തരംഗമുണ്ടായിരുന്നു. ആ VS തരംഗത്തിൻ്റെ സമയത്ത് നിലമ്പൂരിൽ എത്രയാ വോട്ട് കിട്ടിയെന്നറിയാമോ? ആര്യാടൻ മുഹമ്മദിന് 87,522 വോട്ടുകളാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന 2006 പോലും ആര്യാടൻ മുഹമ്മദ് 87,522 വോട്ടുകൾ നിലനിർത്തുന്നു. അതിന് തൊട്ടു മുമ്പ് നടന്ന 2001 തെരഞ്ഞെടുപ്പ് AK ആന്റണി അധികാരത്തിൽ വരുന്ന നയനാർ സർക്കാരിനെതിരെയായിട്ടുള്ള വിധിയെഴുത്ത് നടക്കുന്ന സമയത്ത് അന്ന് 76,000 വോട്ടാണ്. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ട 2006 VS അച്യുതാനന്ദന് തരംഗമുണ്ടാവുമ്പോൾ 11,000 വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ആര്യാടൻ മുഹമ്മദ് ചെയ്യുന്നത് നിലമ്പൂരിൽ. അപ്പോൾ നിലമ്പൂർ എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം അളക്കാൻ ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥിയുടെ നോക്കൂ, എതിർത്ത സ്ഥാനാർത്ഥി ആരാ? ശ്രീരാമകൃഷ്ണൻ. LDF ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് 2006 നിലമ്പൂരിൽ PV അൻവർ ഇല്ലാതെ. ആ 2006 69,000 വോട്ട് പിടിച്ചു. പക്ഷേ ഭരണവിരുദ്ധ വികാരം നിലമ്പൂർ മണ്ഡലത്തിൽ ഏശിയില്ല. തുടർച്ചയായി ഏശിയില്ല. 34 വർഷങ്ങളായി ഏശിയില്ല. ആര്യാടൻ മുഹമ്മദ് 2008 മണ്ഡല പുനർനിർണയത്തിൽ ഉറച്ച കോട്ടയല്ലേ? അവിടെ കഴിഞ്ഞില്ല. അത് 2008 വരെ ഈ പറഞ്ഞല്ലോ, 2008 വരെയും അത് UDF കോട്ടയാണ്. ഞാൻ സമ്മതിക്കുന്നു. ഏറനാട്ടിലേക്കും വണ്ടൂരിലേക്കും പോയ 3 പഞ്ചായത്തുകൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മണ്ഡലം തന്നെയാണ്. 2011 മണ്ഡല പുനർനിർണയം കഴിഞ്ഞു. ആര്യാടൻ മുഹമ്മദ് അവിടെ വീണ്ടും മത്സരിക്കാൻ വരുന്നു. 5000-ലേറെ വോട്ടുകൾക്ക് അവിടെ വിജയിക്കുന്നു. പക്ഷേ അവിടുത്തെ കണക്ക് നമ്മളൊന്ന് പരിശോധിക്കണം. 2011 എത്തുമ്പോഴേക്കും അൻവർ ഇല്ലാതെ LDF മത്സരിച്ച അവസാനത്തെ തിരഞ്ഞെടുപ്പാണല്ലോ 2011 തിരഞ്ഞെടുപ്പ്. ആ 2011 LDF കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 60,733 അൻവറോട് കൂടി മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ടുകളും അൻവർ ഇല്ലാതെ മത്സരിച്ച LDF വോട്ടുകളും ഏറ്റവും ഒടുവിൽ മത്സരിച്ച കണക്ക് 2011 അന്ന് ആര്യാടൻ മുഹമ്മദിന് കിട്ടുന്ന വോട്ട് 60,733 വോട്ടാണ്. 60,733 വോട്ടാണ് LDF കിട്ടുന്നത് അൻവർ ഇല്ലാതെ മത്സരിച്ച 2026 കിട്ടുന്ന വോട്ട് എത്രയാണ്? 66,630. അന്ന് 1,36,000 വോട്ട് പറയാൻ വരുന്നുണ്ട്. നോക്കൂ, അന്ന് 1,36,000 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടുന്നത്. ഇന്ന് 1,74,000 വർദ്ധിക്കുന്നു. ഏകദേശം ഒരു 28,000 വോട്ടിന്റെ മറ്റോ 38,555 വോട്ടിന്റെ വർധനവുണ്ടാകുന്നു. ആ 38,000 വോട്ടിന്റെ വർധനവിൽ UDF സ്ഥാനാർത്ഥി 66,000 നിന്നല്ലേ 65,000 വോട്ടാണ് അന്ന് കിട്ടുന്നത്. 66,300 കിട്ടുന്ന ആ വോട്ടിൽ നിന്ന് ഏകദേശം ഒരു 11,000 വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. 11,000 വോട്ടിന്റെ വർധനവ് UDF സ്ഥാനാർത്ഥി ഉണ്ടാക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി വർദ്ധിപ്പിക്കുന്നത് 6,600 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. മീൻസ് ലീഡാണ്. 6,000-ഓളം വോട്ടുകൾ LDF സ്ഥാനാർത്ഥി വർദ്ധിപ്പിക്കുന്നു, 11,000-ഓളം വോട്ടുകൾ UDF സ്ഥാനാർത്ഥി വർദ്ധിപ്പിക്കുന്നു. അതായത് പറഞ്ഞു വരുന്ന ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ: അൻവർ ഇല്ലാത്ത LDF നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കുക സാധ്യമല്ല. അഥവാ സ്വതന്ത്രനില്ലാത്ത ഒരു LDF നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കുക സാധ്യമല്ല. നിലമ്പൂരിൽ പരമാവധി LDF സ്വതന്ത്രൻ മത്സരിക്കാത്ത പക്ഷം കിട്ടിയ വോട്ട് 2006 നമ്മൾ VS തരംഗമുണ്ടായപ്പോൾ കിട്ടിയ ശ്രീരാമകൃഷ്ണന്റെ വോട്ട് മാറ്റി നിർത്തിയാൽ അത് 69,000. ഇപ്പോൾ അതിനോട് ചേർന്ന് വരുന്നു ഏകദേശം 3,000 വോട്ടിന്റെ വ്യത്യാസം. പക്ഷേ കഴിഞ്ഞ ദിവസം വരെ അതായിരുന്നല്ലോ അടിസ്ഥാനം. തീർക്കട്ടെ. ആ ഘട്ടത്തിലുള്ള സ്വതന്ത്രനില്ലാതെ മത്സരിക്കുന്ന CPM കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ, ഇടതുപക്ഷത്തെ വോട്ടുകൾ ആ അർത്ഥത്തിൽ സ്വരാജിന് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇനി ഒരു കണക്ക് കൂടി പറയാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന PV അൻവറിന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ 19,000 വോട്ടല്ലേ? ആ 19,000 വോട്ടിൽ പൂർണ്ണമായും PV അൻവറിന് മാത്രം കിട്ടിയതാണോ, അതല്ല ഭരണവിരുദ്ധ വികാരം കൊണ്ട് കിട്ടിയതാണോ, ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടാണോ? ഞാനിത് മൂന്നും ഉണ്ടെന്നാണ് കരുതുന്നത്. PV അൻവറിന് കിട്ടിയ 20,000 വോട്ടിൽ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ കൃത്യമായി PV അൻവറിലേക്ക് പോയിട്ടുണ്ട്. ഇനി രണ്ടാമത്, അതിൽ തന്നെ സർക്കാരിനെതിരെയുള്ള, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിനോട് അനുകൂലമായിട്ട് വോട്ട് ചെയ്യേണ്ടതില്ല, ഈ സർക്കാർ മാറണം എന്ന് പറയുന്നതിൽ ഒരു ചെറിയ വിഭാഗം PV അൻവറിനെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി PV അൻവറിൻ്റെ തന്നെ കരിസ്മയിൽ PV അൻവറിൻ്റെ പ്രോ ഇൻകുംബൻസി വോട്ട് അതിനകത്തുണ്ട്. ആ PV അൻവറിൻ്റെ പ്രോ ഇൻകുംബൻസി വോട്ടാണ് പോത്തുകല്ലിലാണെങ്കിലും ശരി, വഴിക്കടവിലാണെങ്കിലും ശരി പ്രതിഫലിച്ചത്. വഴിക്കടവിൽ ഒരു ബൂത്തിൽ 2ാം സ്ഥാനത്താണ് വരുന്നത്. ആ 2ാം സ്ഥാനത്ത് വരുന്നതിൻ്റെ കാര്യം എന്താ? ആ പ്രോ ഇൻകുംബൻസി വോട്ടാണ്. PV അൻവർ എന്ന MLA അവിടുത്തെ വോട്ടർമാർ ഇഷ്ടപ്പെട്ടു
നഷ്ടപ്പെട്ടു. ആ PV അൻവർ എന്ന് പറയുന്ന MLA തങ്ങളുടെ ഹീറോയാണെന്ന് കരുതിയ ഒരു വിഭാഗം വോട്ടർമാർ അവിടേക്ക് വന്ന് വോട്ട് ചെയ്തു. അപ്പോൾ PV അൻവറിൻ്റെ വോട്ടുകൾ നമ്മൾ ഡിസെക്ട് ചെയ്താൽ PV അൻവറിൻ്റെ പ്രോ ഇൻകുംബൻസി, അതായത് PV അൻവർ എന്ന MLAക്ക് കിട്ടിയിരിക്കുന്ന വോട്ട്, ഒപ്പം ആര്യാടൻ ഷൗക്കത്തിന് വിരുദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന വോട്ട്, പിണറായിക്ക് വിരുദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന, അഥവാ സർക്കാർ വിജയിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന വോട്ട്, ഇതിൽ മൂന്നിലൊന്ന് മാത്രമേ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. എൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ്, PV അൻവർ ഇല്ലാത്ത LDF നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ച് കയറുക അസാധ്യമാണ്. അഥവാ ഒരു സ്വതന്ത്രനില്ലാത്ത LDFന് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ച് കയറുക അസാധ്യമാണ്. താനൂരിലും തവനൂരിലും നമ്മൾ എന്തു കണ്ടോ സമാനമായ രീതിയിലുള്ളതാണ് നിലമ്പൂരിലെയും ഒരു ഫലസൂചന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ 2026 തിരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ അലയടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അതാണ് ഒരു ടേക്ക്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിൻ്റെ വിജയം ഇന്ന് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് UDFിൻ്റെ കേന്ദ്രങ്ങളിൽ മാത്രമല്ല. ഇന്ന് ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന മറ്റൊരു ക്യാമ്പ് എന്ന് പറയുന്നത് BJP ക്യാമ്പുകൾ കൂടിയാണ്. അവരുടെ പല പ്രൊഫൈലുകളിലും വന്നിരിക്കുന്ന മെസ്സേജുകൾ നമ്മൾ നോക്കൂ. ആ മെസ്സേജുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കൂടി വായിച്ചെടുക്കേണ്ടതാണ്. നോക്കൂ, ശശികല ടീച്ചറിൻ്റെ ഈ തോൽവി എനിക്ക് ഇഷ്ടപ്പെട്ടു. രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യ ജാട കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം, പറയുന്നത് ശശികല ടീച്ചറാണ്. ഇനി മറ്റൊരു മെസ്സേജ് വരുന്നു, മറ്റൊരു സംഘപരിവാർ അനുകൂലിയുടെ. ഈ സത്യാനന്തര കാലത്ത് മറിച്ചൊരു ഫലം ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നാണ്. ഇതേ ഫീഡ് മറ്റൊരു കോൺഗ്രസിലേക്ക് പോയ സംഘപരിവാറുകാരൻ പങ്കുവച്ചിട്ടുണ്ട്. സത്യാനന്തര കാലത്ത് ഇതിൽ നിന്ന് മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ എന്നാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് പറഞ്ഞ നിലപാടുകൾക്ക് കിട്ടിയ വോട്ടാണ് 66,000 വോട്ടുകൾ എന്ന് പറയുന്നത്. അതിലേതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ആഴത്തിൽ അലയടിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ സർക്കാർ അനുകൂലമായ വോട്ടുകൾ ഒരു തരംഗമുണ്ടാക്കാൻ CPMന് സാധിച്ചിട്ടില്ല, വസ്തുതയാണ്. ആ വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2026 തിരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ സൂചനയല്ല എന്ന് പറഞ്ഞതിന് കാരണം 5000-ൽ താഴെയുള്ള 14ഓളം കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒന്നാണ് നിലമ്പൂർ. അവിടെ ഒരിക്കലും ഒരു സ്വതന്ത്രന്റെ സാന്നിധ്യമില്ലാതെ CPMന് ഒറ്റയ്ക്ക് വിജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലമേ അല്ല. അത് VSന്റെ തരംഗമുണ്ടായ 2006-ലാവട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിന് പോൾ ചെയ്ത് 2011-ലാവട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പോൾ ചെയ്ത് 2016-ലാവട്ടെ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു 2016-ൽ PV അൻവർ ആയിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ വിജയിച്ചു വരുമായിരുന്നു. 2021-ൽ PV അൻവർ ആയിരുന്നില്ല CPMന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ VV പ്രകാശ് തന്നെ ജയിച്ചു വരുമായിരുന്നു. അതാണ് ആ മണ്ഡലത്തിലെ കണക്കുകൾ നമുക്ക് നൽകുന്ന സൂചന. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിനെതിരെ പ്രചരണായുധമാക്കി മാറ്റിയ വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ വരുന്ന മാസങ്ങളിൽ സർക്കാർ തന്നെ ആലോചിക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ട് 3 ഇടങ്ങളിൽ. ആ പ്രചരണങ്ങളിൽ മുഖ്യമന്ത്രി ഭരണ വികസന നേട്ടങ്ങളല്ല പറയാൻ ശ്രമിച്ചത്, വർഗീയവാദ കാർഡിറക്കിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്നത് അബദ്ധമായിരിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ 3000 വോട്ട് കൊണ്ട് ലഭിക്കുന്ന ഭൂരിപക്ഷമല്ല മറുഭാഗത്ത്. പകരം അതിനെ വിലയിരുത്തേണ്ടത് CPM എന്ന മണ്ഡലത്തിൽ നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ 2006-ന് ശേഷം അല്ലെങ്കിൽ 2011-ന് ശേഷം 2025-ലേക്ക് എത്തുമ്പോൾ വോട്ടിൻ്റെ കാര്യത്തിൽ 38,000 വോട്ട് വർദ്ധിക്കുമ്പോൾ അതിൽ 11,000 വോട്ടുകൾ പോകുന്നത് UDFിലേക്കാണ്. വളരെ കൃത്യമായി പോകുന്നത് UDFിലേക്കാണ്. അതിൻ്റെ പകുതി മാത്രമാണ് LDFിലേക്ക് വരുന്നത്. ഈ കണക്കാണ് യഥാർത്ഥത്തിൽ LDF രാഷ്ട്രീയമായി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത്. UDF ഇരട്ടി വളർച്ച നേടുന്നുണ്ട് നിലമ്പൂരിൽ. അതായത് പുതിയതായിട്ടെത്തുന്ന വോട്ടുകളിൽ 38,000 വോട്ടുകളിൽ 11,000 വോട്ടും UDF നേടുന്നു എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ്? അതായത് ആ നിലമ്പൂർ മണ്ഡല പുനർനിർണയത്തിനു ശേഷവും UDFിന് വിജയിക്കാൻ പറ്റിയ ഒരു സേഫ് സീറ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് LDF ആഴത്തിൽ പരിശോധിക്കേണ്ടത്. അതിന് നിലവിൽ സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണം മാത്രമാണ് LDFിന് മുന്നിലുള്ളത്. അങ്ങനെ ഒരു സ്വതന്ത്രനായിരുന്നു PV അൻവർ. ആ സ്വതന്ത്രനെ നഷ്ടപ്പെട്ടു. ഡോക്ടർ അരുണിന്റെ ഇന്നത്തെ വാദം എന്നുള്ളത് ഇനി LDF അവിടെ സ്വതന്ത്രനെ അല്ലാതെ CPM സ്ഥാനാർത്ഥി പരീക്ഷിക്കരുത്. ഇന്നത്തെ എല്ലാ കാലത്തെ വാദമല്ല. കാര്യം ഞാൻ പറഞ്ഞു തരാം. കുഞ്ഞാലിക്കു ശേഷം ആ മണ്ഡലത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി പാർട്ടി ചരിത്രത്തിൽ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. TK ഹംസ 1982 എങ്ങനെ വിജയിക്കുന്നത്? TK ഹംസ CPM കേഡറായിരുന്നു. DCC പ്രസിഡന്റ് ആയിരുന്ന TK ഹംസയെ 1982 കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. ആര്യാടൻ വിജയിച്ചിട്ടുണ്ടല്ലോ ഈ മണ്ഡലത്തിൽ, ഇടതുപക്ഷത്തിന്റെ ബാനറിൽ വിജയിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ 1980-ൽ ഹരിദാസ് വിജയിച്ചിട്ടില്ലേ ഇടതുപക്ഷത്തിന്റെ ബാനറിൽ? പക്ഷേ അവരൊന്നും ഇടതുപക്ഷത്തിന്റെ CPM കാൻഡിഡേറ്റ് ആയിരുന്നില്ല. CPM കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വിജയിച്ചത് കുഞ്ഞാലി മാത്രമാണ്. 1967-ന് ശേഷം അങ്ങനെ ഒരു സാഹചര്യം നിലമ്പൂർ മണ്ഡലത്തിൽ. വിചിത്രമായ ഒരു കാര്യമുള്ളത്, ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിച്ചിട്ടേ ഇല്ല എന്നൊരു വാദവും, രണ്ടാമത്തത് പ്രചാരണത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ അതവിടെ തിരിച്ചടി ആയിട്ടില്ല എന്ന വാദവുമാണ്. അത് തന്നെ തുടരുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് നൽകുന്ന സൂചന എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ഒക്കെയുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിലൊന്നും കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല. പ്രതിപക്ഷം നേരെ മറിച്ച് ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചൂണ്ടിക്കഴിഞ്ഞത്. ബാക്കിയുള്ള സമയം കളയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കൂടി അവിടെയുണ്ട്. ഇനി അവിടെ LDF CPM സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പരീക്ഷണം നടത്തരുത്
എന്ന ഉപദേശം ഇവിടെ നൽകുമ്പോൾ ഇവിടെ സ്വരാജിനെ നിർത്തിയത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM നിർത്തിയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയുകയാണ്, ഈ മണ്ഡലം LDFന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന മണ്ഡലമേ ആയിട്ടില്ല എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. 2011 LDFനല്ല UDFന് മേൽക്കൈ കിട്ടിയ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന കാലത്ത് ആര്യാടൻ മുഹമ്മദ് പോലെയുള്ള ഒരു വൻമരം 5000 വോട്ടിന് കഷ്ടിച്ച് ജയിച്ചത് അന്ന് വലിയ ചർച്ചയായതാണ്. 2016 അൻവർ വരുമ്പോൾ അൻവറിൻ്റെ വ്യക്തിപരമായ പ്രഭാവവും LDFൻ്റെ വലിയ പിന്തുണയും ചേർന്നുകൊണ്ടാണ് ആ മണ്ഡലം ജയിച്ചത്. 2021 എന്തുകൊണ്ട് PV അൻവർ കഷ്ടിച്ച് 2700 വോട്ടിന് തോറ്റു ജയിച്ചു എന്ന് ചോദിച്ചാൽ PV അൻവറിന് വളരെ വലിയ നെഗറ്റീവ് വോട്ടുകളും അന്ന് ഉണ്ടായിരുന്നുള്ളത് പ്രത്യേകമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അന്ന് വലിയ പ്രശ്നമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ PV അൻവറിന് ഒരു രക്തസാക്ഷി പരിവേഷമുണ്ട്. PV അൻവർ വേറൊരു മനുഷ്യനായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് PV അൻവറിന് സ്വാധീനം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒരു തവണ കൂടി തെരഞ്ഞെടുപ്പിൽ വന്നാൽ PV അൻവർ നിഷ്പ്രഭമായിരിക്കുന്നില്ല. സ്വരാജിന്റെ വ്യക്തിപ്രഭാവം, സ്വരാജിനെ കുറിച്ച് പാർട്ടി പറഞ്ഞത് അല്ലെങ്കിൽ സ്വരാജിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞതൊന്നും അവിടെ പ്രതിഫലിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 60,000 വോട്ടിൽ കുറയുന്ന സാഹചര്യം അവിടെ ഉണ്ടാവേണ്ടേ സ്മൃതി? എന്റെ ചോദ്യം എന്താ, 66,000 58,000 വോട്ട് വർദ്ധിക്കുന്നതിൽ 6,000 വോട്ട് എങ്ങനെയാണ് CPM വർദ്ധിക്കുക? 37% കുറഞ്ഞിട്ടുണ്ട്. കണക്കതല്ലേ പറയുന്നത്. ബാക്കി PV അൻവർ കൊണ്ടുപോയില്ലേ? അതങ്ങനെ UDFന്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്? അത് ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ UDF വിരുദ്ധ വോട്ടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുക? UDF വിരുദ്ധ വോട്ടല്ലേ 19,000 വോട്ട്? UDF വിരുദ്ധ വോട്ടാണ്. PV അൻവറിന് കിട്ടിയിരിക്കുന്നത് മുഴുവൻ UDF വിരുദ്ധ വോട്ടാണ്. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ UDF വിരുദ്ധ വോട്ടുകളാണ്. UDF വോട്ടുകളാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തല്ലേ പോൾ ചെയ്യുക? പ്രത്യേകതരം വിലയിരുത്തലാണ്. സ്മൃതി, അതെന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഇപ്പൊ ഞാൻ ഒരു UDF വോട്ടർ ആണെങ്കിൽ ഞാൻ എന്തിന് ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയുള്ളപ്പോൾ PV അൻവർ വോട്ട് ചെയ്യണം? UDF വോട്ട് പോയത് അങ്ങയുടെ വാദമല്ലേ? ഞാൻ പറയുന്നു UDF വിരുദ്ധ വോട്ടുകളാണ് CPMന് LDFന് നഷ്ടപ്പെട്ട വോട്ട് എത്രയാണ്? LDFന് മൊത്തം നഷ്ടപ്പെട്ട വോട്ട് LDFന് 2011 അപേക്ഷിച്ച് കൂടി 14,000 വോട്ടല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത്? 16,000 വോട്ട്. ഏത് കണക്കിൽ? കഴിഞ്ഞ PV അൻവറിന് കൂടിയത് എത്ര? 19,000. ആ 19,000 കൂടി LDFന്റെ സീറ്റിലൊക്കെ കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ആ PV അൻവറിന്റെ 19,000 കൂടി 66,000 ക്ലബ് ചെയ്താൽ എത്ര ഉണ്ടാവും? അപ്പോൾ അവിടെ ആരാ ഇപ്പോഴും വിജയിക്കുക? PV അൻവർ തന്നെ വിജയിക്കും. 2014 അതേ റിസൾട്ട് ആവർത്തിക്കും. ഇപ്പോഴും ഒരു നിമിഷം, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് PV അൻവറിന്റെ വോട്ടുകളെ ഒരു നിമിഷം, PV അൻവറിന്റെ 20,000 വോട്ടുകളെ 3ആയി തന്നെ കാണണം. അതിൽ PV അൻവറിന് കിട്ടിയ വോട്ടുകളുണ്ട്, അതിൽ ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളുണ്ട്, അതായത് ആര്യാടൻ ഷൗക്കത്ത് UDF വിരുദ്ധ വോട്ടുകളുണ്ട്. മൂന്നാമത്തത് അതിൽ പിണറായി സർക്കാരിനോട് താല്പര്യമില്ലാത്തവരുടെ വോട്ടുകളുണ്ട്. 3 വോട്ടുകൾ അവിടെ ഞാൻ പറഞ്ഞത് അതൊരിക്കലും ഒരു പോയിന്റിലുള്ള നമുക്ക് നിലമ്പൂർ പോലൊരു മണ്ഡലം പോരാ. ഈ 19,000 എടുത്ത് നേരെ 66,000 കൂടെ കൂട്ടരുത്. എത്രയാണ് പോവുക? നിലവിലുള്ള സാഹചര്യത്തിൽ PV അൻവർ LDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്ന് കരുതുക. ബാക്കി എല്ലാ സാഹചര്യങ്ങളും മാറ്റിവെക്കും. ഈ നിലവിലുള്ള ഒരൊറ്റ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ LDFന്റെ പിന്തുണയോടുകൂടി PV അൻവർ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ആര് ജയിക്കുമായിരുന്നു? PV അൻവർ തോൽക്കുമായിരുന്നു. എങ്ങനെ തോക്കുമായിരുന്നു? കഴിഞ്ഞ തവണ 2,700 വോട്ടിന് കഷ്ടിച്ച് ജയിച്ചു കയറിയ PV അൻവർ പുതിയൊരു, അതാണ് പറഞ്ഞത്, പുതിയൊരു വോട്ട് കൂടി പറഞ്ഞു. നിങ്ങൾ ഈ 2 പേർ തമ്മിലുള്ള മത്സരത്തെ 3 പേര് ചേർന്ന മത്സരമായി കാണുന്നത് രണ്ട് സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ PV അൻവർ പിണറായി വിജയനെതിരെ വലിയ യുദ്ധം തുടങ്ങിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പിടിച്ച വോട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് കുറഞ്ഞത്? 800 വോട്ടാണ് ആകെ കുറഞ്ഞിരിക്കുന്നത്. പുതിയ സാഹചര്യമാണ്. 3 പേരാണ് മത്സരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ. PV പ്രകാശ് മത്സരിച്ച 2021 നിന്നും 800 വോട്ട് കുറയുകയാണ് UDF ചെയ്തത്. അതെ. ആ കുറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? PV അൻവർ 19,800 ചില്ലുവാന വോട്ട് പിടിച്ചതിന്റെ കാരണം കൂടി ചേർത്തുകൊണ്ടേ പറയാവൂ. നിങ്ങൾ വിചാരിക്കുന്നത് 2+2+1 അങ്ങനല്ല. 2027 സൂചന അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2027 സൂചന 26. ഈ 2016 PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് PV അൻവർ ശ്രീരാമകൃഷ്ണനേക്കാളും കൂടുതൽ 19,000 വോട്ടിൻ്റെ ലീഡാണ് നേടിയത്. ആ 19,000 ലീഡ് എന്ന് പറയുന്നത് PV അൻവർ സ്വന്തമായി കൊണ്ടുവന്ന വോട്ടാണ്. ആ സ്വന്തമായി കൊണ്ടുവന്ന വോട്ട് ഈ പറഞ്ഞ PV അൻവറിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ കോൺഗ്രസിന് ഈ പ്രാവശ്യം ഒരു സ്ട്രാറ്റജിക്കലി ഒരു തെറ്റുപറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്
ഒരാളാണ് ഞാൻ. ഈ അൻവറും ഈ UDF-ഉം ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ ഇതൊരു ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കോൺഗ്രസ്സിന് പറയാൻ കഴിയുമായിരുന്നു. കാരണം ഒരു 30,000 വോട്ടിന് മേലെ ഭൂരിപക്ഷം ആർക്ക് കിട്ടുമായിരുന്നു? UDF-ന് കിട്ടുമായിരുന്നു. അതോടുകൂടി പറയാം 30,000-അധികം അല്ലെങ്കിൽ 40,000-അടുത്ത് വോട്ട് ഈ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാം. 2016-ലും 2021-ലും ഈ പറയുന്ന 16,000 തുടങ്ങിയ ആദ്യത്തെ 2016-ൽ 19,000-ഉം 2021-ൽ 14,000 വോട്ട് അൻവറിൻ്റെ സ്വന്തമായിട്ടുണ്ട്. ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കണം. ഈ പ്രാവശ്യം എന്താ സംഭവിച്ചത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രിഡിക്റ്റ് ചെയ്തതെന്ന് പറയുന്നത് 80,000 വോട്ട് UDF-നും 70,000 വോട്ട് LDF-നും 20,000 വോട്ട് PV അൻവറിനുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ PV അൻവറിന് 20,000 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞത്? കാരണം അത് 20,000 വോട്ടോളം ഉള്ളത് PV അൻവർ സ്വന്തം വോട്ടാണ്. അത് 2016 ആയാലും 2021 ആയാലും 2026 ആയാലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണ്? ആ നാട്ടിൽ PV അൻവർ ഉണ്ടാക്കിയ ഒരു ഗ്രാസ് റൂട്ട് വർക്കിൻ്റെ ഭാഗമായി കിട്ടുന്നതാണ് ഈ 19,000-20,000 വോട്ട്. അത് PV അൻവറിൻ്റെ കയ്യിലുണ്ട്. ഇത് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ എന്തു പറയാമായിരുന്നു? 30,000-അധികം അല്ലെങ്കിൽ 40,000-അടുത്ത് വോട്ട് എന്താണ് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാം. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ PV അൻവറിൻ്റെ വോട്ട് PV അൻവർ കൊണ്ടുപോയി. അത് PV അൻവർ LDF-ലെ ഭാഗത്തേക്ക് വന്ന സമയത്ത് PV അൻവർ കൊണ്ടുവന്ന വോട്ട് എന്ന് പറയുന്നത് PV അൻവർ തിരിച്ചു കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഞാൻ വിചാരിക്കുന്നത് 4,000 വോട്ട് മാത്രമാണ് ഈ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ PV അൻവർ UDF-ൻ്റെ ഭാഗത്തുനിന്ന് LDF-ൻ്റെ ഭാഗത്തുനിന്ന് PV അൻവർ കൊണ്ടുപോയ വോട്ട് 4,000 താഴെയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 4,000 താഴെ വോട്ട് എന്ന് പറയാൻ കാരണം 70,000 വോട്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് LDF-ന്. അത് 66,000 വോട്ടിലേക്ക് കുറഞ്ഞു. ആ 4,000 വോട്ട് ആര് കൊണ്ടുപോയിട്ടുണ്ട്? ഈ PV അൻവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? 2021-ലും 2020 അത് നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 66,670 പ്ലസ് 19,700 86,420 വോട്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയത്? 81,000 വോട്ടാണ്. അപ്പോൾ ആ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ PV അൻവറിന് സംഭവിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ സംഭവിച്ചിട്ടില്ല. അപ്പം ഈ മൊത്തത്തിൽ UDF-നെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്തിനാണ് PV അൻവറെ UDF-ൻ്റെ ഭാഗമായി കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ 10,000 വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ. ആർക്ക്? ഈ പറഞ്ഞ കോൺഗ്രസ്സിന്. PV അൻവർ മാറ്റി നിർത്താം. PV അൻവർ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? PV അൻവർ UDF-ൻ്റെ ഭാഗമല്ല. PV അൻവർ VD സതീശിനെതിരെയും PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെയും PV അൻവർ കോൺഗ്രസിനെതിരെയും പറഞ്ഞുകൂട്ടാണ് വോട്ട് പിടിച്ചത്. അപ്പോൾ എന്താണ്? PV അൻവർ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയാൽ ഇങ്ങനെ LDF UDF മത്സരം മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ. ആ LDF UDF മത്സരത്തിൽ 10,000 വോട്ടിൻ്റെ ലീഡ് മാത്രമേ ഇട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൂടല്ല. ഇപ്രാവശ്യം വോട്ട് ശതമാനം കൂടിയല്ലോ. വോട്ട് ശതമാനം കൂടിയതല്ല, എന്താ വോട്ടർമാരുടെ എണ്ണം കൂടിയല്ലോ. ആ വോട്ടർമാരുടെ എണ്ണം കൂടിയത് എവിടെയാണ് പോയേ? ആ വോട്ടർമാരുടെ എണ്ണം കൂടിയത് PV അൻവറെ മാറ്റി നിർത്തുക. PV അൻവർ LDF-ലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന വോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വോട്ടിൻ്റെ എണ്ണം കൂടിയ വോട്ട് എവിടെയാണ് പോയേ? അതെവിടെ കാണണമായിരുന്നു? UDF-ൻ്റെ ഭാഗത്ത് കാണാമായിരുന്നല്ലോ. 800 വോട്ട് കുറവാകണ്ടേ? അതെന്തുകൊണ്ട് കുറഞ്ഞില്ല? അതെന്തുകൊണ്ട് കുറഞ്ഞില്ല എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് അത് പറയാനുള്ള സംവിധാനം ഇപ്പം ഇല്ല എന്നുള്ളതാണ്. 8,000 വോട്ട് BJP പിടിച്ചു. അവരെ വോട്ട് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം PV അൻവർ LDF-ൻ്റെ ഭാഗമായി കൊണ്ടുവന്ന വോട്ടിൽ നിന്നും ഒരു വ്യത്യാസമില്ലാതെ അൻവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അൻവറിൽ 2016-ൽ 2026-ൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറും വിഡിത്തരാണ്. കാരണം എന്തുകൊണ്ടാണ് വിഡിത്തരം എന്ന് പറയാൻ കാരണം? 2026-ലെ ഇലക്ഷൻ്റെ സമയത്ത് 2016-ലും 2021-ലും 2026-ലും അൻവറിൻ്റെ കയ്യിൽ അവിടെ 15,000 തുടങ്ങി 20,000 വോട്ട് വരെയുണ്ട്. അത് മാറ്റാനേ പറ്റില്ല. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് എത്ര പഞ്ചായത്തിൽ എത്ര വാർഡുകൾ ഒരു ബൂത്തിൽ 1,525 വോട്ടാണ് കിട്ടിയത്? അവിടെ ആരാ രണ്ടാം സ്ഥാനത്ത്? PV അൻവർ രണ്ടാം സ്ഥാനത്താണ്. വഴിക്കടവ് പഞ്ചായത്തിലെ 1ാമത്തെ ബൂത്തിൽ 2ാം സ്ഥാനത്ത് PV അൻവറാണ്. ആ 2ാമത്തെ സ്ഥാനത്ത് PV അൻവർ എങ്ങനെയാണ് വരിക? അവിടെ PV അൻവർ വോട്ടില്ലാതെ വന്നതാണോ? അതെങ്ങനെയാണ് വോട്ട് വന്നത്? അവിടെ വോട്ട് വന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണ്? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അതേ ബൂത്തിൽ അതേ വോട്ടെടുത്ത് നോക്കിക്കോളൂ. ഇതേ സെയിം വോട്ട് PV അൻവറിന് അവിടെ ഉണ്ട്. അത് എവിടുന്ന് കൊണ്ടുവന്നാ? അത് PV അൻവർ കൊണ്ടുവന്ന വോട്ടാണ്. വഴിക്കടവില് 35 വോട്ടിന്റെ ലീഡല്ല, അത് മൊത്തത്തിൽ ലീഡാണ്. ബൂത്തിലെ കാര്യം പറയുന്നത് അല്ലല്ല. നിങ്ങൾ PV അൻവറും കൂടി ഉണ്ടെങ്കിൽ മനസ്സിലാക്കി. വഴിക്കടവ് പഞ്ചായത്തിൽ PV അൻവറും കൂടി ഉണ്ട്. 6,000 വോട്ടിന്റെ ലീഡ് നിങ്ങൾക്ക് പറയായിരുന്നു. ഇപ്പൊ 1,800 ആ ബൂത്തിൽ 35 വോട്ട് മാത്രം. ഫസ്റ്റത്തെ റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ PV അൻവർ 2ാം സ്ഥാനത്ത് വന്നു. ആ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാ? 2ാം സ്ഥാനത്തിലെ 3ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? BJP കോൺഗ്രസ് നിന്നിരിക്കുന്നത്. ആ കോൺഗ്രസ് 1ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ 2ാം സ്ഥാനത്ത് PV അൻവർ വന്നു. അവിടെ LDF-ന് വന്നില്ലേ?
കാരണം എന്താണ്, അവിടെ പി വി അൻവർക്ക് 18,000 വോട്ട് 16,000 വോട്ട്. അപ്പൊ പി വി അൻവർ അവിടെ ഒരു വോട്ടില്ല ജിമ്മി പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ തവണ എന്തായിരുന്നു? അല്ല 2019 2021 കഴിഞ്ഞ തവണ ഈ പറഞ്ഞ ഇത് വലിയ കക്ഷിയാണ്. 66,000 കഴിഞ്ഞ തവണ എവിടെ പോയി? എന്താ ഇതേ വഴിക്കടവിൽ പി വി അൻവർ പ്ലസ് LDF വെറും 35 വോട്ട് ലീഡാണ്. വെറും ലീഡാണ്. അവിടെ 6,000 ഭരണവിരുദ്ധ വികാരം വന്ന നിങ്ങൾ അൻവറിനോട് കൂട്ടുന്നേ. നിങ്ങൾ 1800 പറയുന്നില്ലേ, അൻവറിനോട് കൂട്ടി അതിനേക്കാളും വലുതാവൂല അവരെയാണെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞ അൻവർ കൂട്ടി 7,000 ലീഡ് വന്നേനെ. കോൺഗ്രസിന് 7,000 ലീഡ് വന്നേക്കണേ. അൻവർ കോൺഗ്രസിന് നിങ്ങളിപ്പോ പറയുന്നത് ഇത് എത്ര ഞാൻ പറയാം. LDFന്റെ ഭാഗത്ത് അൻവർ ഉള്ള സമയത്ത് 35 ലീഡ്, UDFന്റെ ഭാഗം അൻവറെങ്കിൽ 7,000 ലീഡ് വന്നേക്കില്ലല്ലോ. അപ്പൊ അൻവറെ മാറ്റി നിർത്തണം. അപ്പൊ നിങ്ങൾ അൻവറിനെ കൂട്ടി വിളിക്കുക. ഭരണവിരുദ്ധ വികാരം 15,000 ആണോ 35,000 ആണോ? ജിമ്മി പറ. എന്റെ ഒറ്റ ചോദ്യമുള്ളൂ, പി വി അൻവർ പിടിച്ചത് ഭരണവിരുദ്ധ വികാര വോട്ടാണോ അൻവറിന്റെ സ്വന്തം വോട്ട്? സ്വന്തം വോട്ടാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കിയത് 4,000 വോട്ട് CPM-ന്റെ ഇടതുപക്ഷത്തിന് പിടിച്ചിട്ടുണ്ട്. ബാക്കി 15,000 വോട്ട് പി വി അൻവർ പിടിച്ചിരിക്കുന്നത് UDF-ൽ നിന്നും പി വി അൻവറിന് കിട്ടേണ്ട വോട്ടുകളുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് പറയുന്നത് കേരളത്തിൽ ഇപ്പൊ നിലമ്പൂർ മണ്ഡലത്തിൽ 10,000 വോട്ടിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം അൻവറിനെ കൂടെ കൂട്ടിപ്പിടിച്ച 30,000 വോട്ട് ഭരണവിരുദ്ധ വികാരമാണോ, അൻവറിന് അവിടെ വോട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയണം. അങ്ങനെയുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെയാണല്ലോ പറഞ്ഞത്. അൻവർ എന്ന സവിശേഷ സാഹചര്യം കൂടി വന്നപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അൻവർ പിടിച്ചതിനകത്ത് അൻവറിന്റെ വോട്ടും സർക്കാർ വിരുദ്ധ വോട്ടും ഉണ്ട്, ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളും ഉണ്ട്. അത് 4,000, മറ്റേത് 11,000, പിന്നെ 7. അങ്ങനെ കണക്കൂട്ടരുത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് എതിരോട്ടല്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ലീഗ് എതിരോട്ടല്ല. ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാർ അതിന്റെ എണ്ണം പറ. ഒരു ത്രികോണ മത്സരമല്ലല്ലോ. നിങ്ങൾ ത്രികോണ മത്സരം കണ്ടിട്ടില്ലല്ലോ. LDF UDF ഡയറക്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പറയുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന്. വിരുദ്ധ വികാരത്തിന്റെ വോട്ടിന്റെ നമ്പർ പറ. എത്രയാ? ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം 10% ഉണ്ടോ? 5% ഉണ്ടോ? 10,000 മാത്രമല്ല. ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിക്കുമ്പോൾ പി വി അൻവർ പിടിച്ച വോട്ടിനകത്ത് ഭരണവിരുദ്ധ വോട്ടുണ്ട്. ഉണ്ട്. പറയാൻ പറ്റില്ല. ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. പി വി അൻവർ കൂടി UDF-നോടൊപ്പം വന്നിരുന്നെങ്കിൽ ഭൂരിപക്ഷം ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന UDF-ന് ഒരു സ്ട്രാറ്റജിക്കൽ എറർ പറ്റി. ആ എറർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് കണക്കാക്കാത്ത 30,000 വോട്ട് മൊത്തം പറയണമായിരുന്നു. അത് പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അൻവർ ഒറ്റയ്ക്ക് പറ്റിയില്ല. 11,000 പറഞ്ഞ കണക്ക് കിട്ടിയിട്ടുണ്ട്. സുജയ, 2026 ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിലെത്തുന്നതിന്റെ ഒരു സൂചനയായി ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നില്ല. എന്നാൽ 2026 നയിക്കുന്ന ചില വഴികൾ അത് തുറക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് കൃത്യമായി UDF-ന് അധികാരത്തിലെത്താൻ കഴിയും എന്ന് നിലമ്പൂർ വെച്ച് വിലയിരുത്താൻ സാധിക്കില്ല. തുടർ ഭരണത്തിലേക്ക് പോകാനായി നിൽക്കുകയായിരുന്നു LDF. അതിനിടയിലാണ് ഈ തോൽവി അവർക്ക് വന്നിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ നോക്കണം. ഇവിടെ ജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി UDF സ്വീകരിച്ച വഴികൾ, അതായത് ജയമാണ് പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന രീതിയിൽ പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിൽ നമ്മൾ കണ്ടത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ പി വി അൻവർ തുറന്നു വെച്ച വിഷയങ്ങൾ. പി വി അൻവറാണ് ഇതിൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. അതായത് എങ്ങനെയാണ് ഈ കളി പോകേണ്ടത് എന്ന് തീരുമാനിച്ചത് പി വി അൻവറാണ്. അതിലേക്ക് കൃത്യമായി വന്ന് ബാറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം മാത്രമേ UDF-ന് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഭരണവിരുദ്ധ വികാരം, പിണറായിസം, ഇതെല്ലാം അൻവറിന്റെ സംഭാവനകളാണ്. അതിൽ പിടിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ UDF-ന്റെ സംവിധാനത്തിന് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ VS ജോയിയുടെ ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു പ്ലേ മോഡലും നമ്മളിവിടെ കാണുകയാണ്. അതും 2026 പോകുമ്പോൾ, പ്രത്യേകിച്ചും സീറ്റ് വിഭജനമൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥിയാകാൻ ഒന്നിൽ കൂടുതൽ പേർ സ്ഥാനാർത്ഥിമോഹികളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ VS ജോയി അവിടെ ചൂണ്ടിക്കാട്ടി കൊടുത്തിരിക്കുന്നത് ഒരു നല്ല മാതൃകയാണ്. അതായത് ഒന്നിലധികം പേരുടെ പേരുകൾ വരുമ്പോൾ അതിൽ കിട്ടാതെ വരുന്നവർ പിണങ്ങി മാറി നിൽക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതല്ല. മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ത്യാഗം സഹിച്ച് വിജയത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു മോഡൽ അത് 2026 UDF-ന് അധികാരത്തിലെത്തണമെങ്കിൽ ആളുകൾ
വ്യക്തികൾ എന്ന നിലയിൽ വി എസ് ജോയിയുടെ ഒരു പാത പിന്തുടരുന്നത് നന്നായിരിക്കുമെന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു കാര്യം വിലയിരുത്തേണ്ടത് LDF ആണ്. കാരണം ജനങ്ങളുടെ മുന്നിൽ വികസനം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്താലും മറ്റ് ഏതൊക്കെ കാര്യങ്ങളിൽ ആരോപണം കേട്ടാലും ഞങ്ങൾ വികസനം ചെയ്യുന്നുണ്ടല്ലോ എന്നത് അതിനൊരു മേമ്പൊടിയായി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എല്ലാ കാലവും കൂടെ ഉണ്ടാകും, അടുത്ത തുടർ ഭരണത്തിലേക്ക് പെട്ടെന്ന് പോകാം. ആ ഒരു തോന്നൽ LDF ഉണ്ടായിരുന്നെങ്കിൽ അതവർ തിരുത്തണം എന്നുള്ള ഒരു സൂചന കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥി വന്നപ്പോൾ മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ അവിടെ അവർ പറയുന്ന രാഷ്ട്രീയം കൃത്യമാണ്. ആ രാഷ്ട്രീയത്തിൽ അവർ PDP കൂടെ കൂട്ടുമ്പോഴും അവർ പറഞ്ഞു വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് കൃത്യമായി അതിന്റെ അലകും പിടിയും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായോ എന്ന ഒരു ചോദ്യം കൂടി അവിടെയുണ്ട്. അതായത് PDP ഞങ്ങൾ കൂടെ കൂട്ടും, എന്നാൽ അപ്പുറത്ത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടരുത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് ജനം ചിന്തിച്ചോ എന്ന ഒരു കാര്യവും നിലമ്പൂരിൽ കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ എം സ്വരാജിനെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന ഒരുപാട് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ ഞാൻ കണ്ടു. എന്തായാലും ഞാൻ വ്യക്തിപരമായി ആശയപരമായി ഞാൻ എം സ്വരാജിന്റെ വിരുദ്ധ ചേരിയിലാണ്. പക്ഷേ വ്യക്തിപരമായി എം സ്വരാജിനെ തേജോവധം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. കാരണം പൂമരം എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള അങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പൂക്കളുടെ പുസ്തകം എഴുതിയതിന്റെ പേരിൽ എത്രമാത്രം എം സ്വരാജ് കളിയാക്കപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. കാരണം സാംസ്കാരിക മേഖലയിൽ ഉള്ള പല ആളുകളും കേൾക്കുന്ന തരത്തിലുള്ള പല പരിഹാസങ്ങളും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇപ്പോൾ കൂടുതലായി. രാജറാണി എക്സ്പ്രസിൽ തിരികെ കയറി പോയാൽ മതി, അങ്ങനെ ഒരുപാട് പരിഹാസങ്ങൾ ഇപ്പോൾ എം സ്വരാജ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായ അവഹേളനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നതാണ് ആ കാര്യത്തിൽ എൻ്റെ ടേക്ക്. ഇതിൽ ജയവും പരാജയവും നമ്മൾ രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിമർശനങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിന് വന്ന വീഴ്ചകൾ, ഇത് രണ്ടുമാണ് പ്രധാന ഘടകമായത്. ആ രണ്ട് കാര്യങ്ങൾക്ക് മറുഭാഗത്ത് ഞങ്ങൾ വികസനം നടപ്പാക്കിയിട്ടുണ്ട്, ലൈഫ് വീടുകൾ, അങ്ങനെ പല കാര്യങ്ങൾ പറയാൻ ഇടതുപക്ഷം ശ്രമിച്ചു. പക്ഷേ അതിനൊക്കെ അപ്പുറം സർക്കാരിന്റെ വീഴ്ചകൾ ജനം കണ്ടു. അതൊരു ഭാഗമായി അവിടെ കൃത്യമായി നിൽക്കുന്നുണ്ട്. അത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇടതുമുന്നണി ഒരു സിറ്റിംഗ് സീറ്റ്, അല്ലെങ്കിൽ UDF ആയാലും അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയായിരുന്നു, ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നത് ആദ്യത്തേതാണ്. അത് നിലമ്പൂരിലാണ് സംഭവിക്കുന്നത്. കാരണം തുടർഭരണത്തിനുള്ള ഒരു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യൽ നിലമ്പൂരിൽ നിന്നാണ് എന്ന രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം കണ്ടിട്ടൊക്കെയുണ്ട്. അല്ല എങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തില്ല. കാരണം തോൽവി ഉറപ്പാണ്, തോൽവി ഉറപ്പായ ഒരു മത്സരമാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിലേക്കാണ് ഇടതുപക്ഷം അവിടെ പോവുക. അല്ലാത്ത പക്ഷം പാലക്കാട്ട് തോൽവി ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് സരിനെ നിർത്തിയത്. അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മറ്റൊരാളെ വേണമെങ്കിൽ കൊണ്ടുവന്ന് നിർത്താമായിരുന്നല്ലോ. മൂന്നാം സ്ഥാനത്തേക്കാകും എന്നുള്ള ആദ്യം തന്നെയുള്ള സൂചനകൾ അല്ലെങ്കിൽ മുൻ ചരിത്രമൊക്കെ വെച്ച് അതുകൊണ്ട് തന്നെയാണ് സരിനെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. അത് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായി നിർത്തുകയാണ്. ഇവിടെ പക്ഷേ സെക്രട്ടേറിയറ്റ് അംഗത്തെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ സ്വരാജിൽ ജയസാധ്യത ഒട്ടും കണ്ടിരുന്നില്ല എന്ന ഇപ്പോഴത്തെ വാദം ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഓർമ്മയുണ്ടാകുമല്ലോ, പാല LDF ചരിത്രത്തിൽ ആദ്യമായി പിടിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ആ ടീമിൽ ആകെ കൈവിട്ടത് അരൂര് മാത്രമാണ്. പക്ഷേ വട്ടിയൂർക്കാവും കോന്നിയും UDF നിന്ന് ഇതേ പിണറായി സർക്കാർ ഒന്നാം ടേമിൽ പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറച്ച സീറ്റാണ് UDFന്റെ എറണാകുളം. ആ എറണാകുളത്തെ ഭൂരിപക്ഷം 4-1 ചുരുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒന്നാം ടേം, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും ഉപതെരഞ്ഞെടുപ്പുകളിലെ അഡ്വാൻറ്റേജ് പൊസിഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കണം. അവിടെ നിന്നാണ് തുടർഭരണം 3.0 പോകാൻ കഴിയുമോ എന്നത് നമ്മൾ കണക്കാക്കേണ്ടത്. അന്ന് തുടർഭരണത്തിലേക്ക് പോകുന്നതിന് കിട്ടിയ ആ ഒരു എഡ്ജ് ഇപ്പോഴില്ല എന്നതാണ് നിലമ്പൂർ ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന സൂചനയായി ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് മറ്റൊരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ്. അതായത് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അത് UDFന് പാരയാകും. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ അൻവറിന് താല്പര്യമില്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് കളിയും അൻവർ കളിക്കും എന്ന ഒരു ചിന്തയിലേക്ക് ഉറപ്പായും ഇടതുപക്ഷം പോയിട്ടുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടാണ് അവിടെ ക്യാമ്പയിനിങ്ങിനായി മണ്ഡല മേൽനോട്ടത്തിനായി പോയി നിന്നിരുന്ന എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചതുകൊണ്ട് എം സ്വരാജിനെ ആക്കിയതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവിടെ എം സ്വരാജ് ജയിക്കുമെന്ന് ഉറപ്പിച്ച്, കാരണം അൻവർ വോട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര്യാടന്റെ വോട്ടാണ്, കോൺഗ്രസ്സുകാരനായ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വന്ന PV അൻവർ കൊണ്ടുപോകുന്നത് ആ വോട്ടാണ് എന്ന കാൽക്കുലേഷനിൽ അത് ഞങ്ങൾക്ക് ഗുണമാകും എന്ന വിലയിരുത്തലാണ് സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിർത്തിയത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, തൃപ്പൂണിത്തുറയിൽ തോറ്റു, അതിനുശേഷം നിലമ്പൂരിലും തോറ്റു. അപ്പോൾ ഈ ഒരു നിയമസഭയുടെ കാലഘട്ടത്തിൽ തന്നെ 2 തോൽവികളാണ്. ഒന്ന് ഉപതെരഞ്ഞെടുപ്പിലാണ്, ഒന്ന് പൊതു തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ 2 തോൽവികൾ. അത് എം സ്വരാജ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു രണ്ടാം നിര നേതാക്കളിൽ പ്രമുഖനായ ഒരാളാണ്, ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ പലരും പറയാറുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ആ രീതിയിൽ ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു നേതാവാണ് എം സ്വരാജ്. അപ്പോൾ ഇവിടെ ഇതിന് പിന്നിലുള്ള ഒരു വർഷം മുമ്പത്തെ ഒരു സാഹചര്യം കൂടി ഇതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മലബാറിലടക്കം CAAയും പൗരത്വവും ഒക്കെയാണല്ലോ പ്രധാനമായും ഇടതുപക്ഷം ആയുധമാക്കിയത്. അന്ന് വലിയ രീതിയിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ക്യാമ്പയിൻ ടൂൾസ്, ആ ക്യാമ്പയിൻ ടൂളിൽ യഥാർത്ഥത്തിൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല. അഡ്വാൻറ്റേജ് കൊണ്ടുപോയത് UDF ആണ്. കാരണം അവർക്ക് മലബാർ മേഖലയിലൊക്കെ ലക്ഷം പറഞ്ഞാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. ആകെ K രാധാകൃഷ്ണൻ മാത്രമാണ് UDFന്റെ ആ ഒരു സുനാമിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈഴവ വോട്ടുകളടക്കം BJPയിലേക്ക് പോകുന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അപ്പോൾ പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ട് കിട്ടുന്നുമില്ല
കയ്യിലുള്ള ഭൂരിപക്ഷ വോട്ടുകൾ ഹിന്ദു വോട്ടുകളടക്കം പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ നിലമ്പൂർ വരുന്നത്. അപ്പോൾ ഈ ഹൈന്ദവ അതോടൊപ്പം തന്നെ കേഡർ വോട്ടുകൾ ഇത് രണ്ടും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഈ ഐക്യപ്പെടലും വെള്ളാപ്പള്ളി നടേശനെ ഷോളണീക്കലും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അത് നന്നായി നൈസായി പാളിയിട്ടുണ്ട് എന്നതാണ് ഈ ഫലം. അതായത് നിലമ്പൂരിൽ പാളിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ഇടതുപക്ഷത്തിന് 2026 ഇതേ നയവുമായി മുന്നോട്ട് പോയിക്കൂടാ എന്നല്ല. ഇതേ നയം കുറച്ചുകൂടി ക്ലെവറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അല്ല, ക്ലെവറായിട്ട് ഇത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള അവർക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു വാർണിംഗ് സൈനാണ്, അല്ലെങ്കിൽ ഒരു അലാം ആണ് ഇപ്പോൾ അടിച്ചിരിക്കുന്ന നിലമ്പൂർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അൻവർ പിടിച്ച വോട്ട് എന്ന് പറയുന്നത് UDF-ലേക്കും പോകാമായിരുന്ന വോട്ടാണ്. അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ UDF-ലേക്കും പോകാമായിരുന്ന വോട്ടാണല്ലോ ഈ 19,000-ൽ പരമെന്ന് പറയുന്നത്. അപ്പോൾ അൻവർ പിടിച്ച വോട്ട് UDF-ലേക്കാണ് പോയിരുന്നതെങ്കിൽ ഈ തോൽവിയുടെ കാഠിന്യം കൂടിയേനെ. അൻവർ നിന്നതുകൊണ്ട് തോൽവിയുടെ കാഠിന്യം കുറഞ്ഞു എന്ന് വേണമെങ്കിലും നമുക്കതിനെ വായിച്ചെടുക്കാം. അതായത് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഇതാണ്, തിരുത്തി കഴിഞ്ഞാൽ തുടർ ഭരണത്തിനുള്ള സാധ്യത LDF-ന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ലാത്ത ഒരു വിലയിരുത്തലിലേക്ക്, അതായത് UDF-ന് തുടർ ഭരണം കിട്ടും, കാരണം 42 സീറ്റേ ഉള്ളൂ. നിലമ്പൂരുടെ കിട്ടിയാലും 42 സീറ്റേ കയ്യിലുള്ളൂ. അതിൽ എത്ര എണ്ണത്തിൽ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ 20,000+ ഭൂരിപക്ഷം UDF-നുണ്ട് എന്നതുകൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. LDF-ന് മാത്രമല്ല, ഇപ്പുറത്തേതും കാൽക്കുലേറ്റ് ചെയ്യണം. ഭൂരിപക്ഷം നെക്ക് ടു നെക്ക് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെ വേണമെങ്കിലും അത് മാറിമറിയാം. അപ്പോൾ ഇവിടെ LDF-നെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. കാരണം നിലവിലുള്ള പൊസിഷനിൽ LDF-ന് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതില്ല എന്ന് പറയുന്നത് പ്രിമച്ചുറായിട്ടുള്ള ഒരു വിലയിരുത്തലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ മോഹൻ ജോർജിന് അതുകൂടി പറഞ്ഞു പോകണമല്ലോ, മോഹൻ ജോർജ് എന്തോ വോട്ട് മറിച്ചതിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെയുള്ള വലിയ വിലയിരുത്തലുകൾ നടന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇവിടെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞത്. വോട്ട് കൂടിയ ഏക മുന്നണി എന്ന് പറയുന്നത് NDA ആണ്. 2021-നെ അപേക്ഷിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന വോട്ട് പോയിട്ടുമില്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രം ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് BJP-യുമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം BJP-യിലേക്ക് വന്ന ഒരു കാൻഡിഡേറ്റ്, അതൊരു ഫ്രഷ് കാൻഡിഡേറ്റ് ആണ്. എന്നിട്ടും അയാൾക്ക് ആ വോട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ആ സംഘടനാ സംവിധാനത്തിലുള്ള വോട്ട് അവിടെ ഇൻടാക്റ്റായി നിന്നു എന്നാണ്. അല്ലാതെ UDF-യുമായി വോട്ട് കച്ചവടം എന്നുള്ള ക്യാപ്സൂൾ ഇവിടെ ഏൽക്കില്ല എന്നതുകൂടി ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ശശി തരൂരിന്റെ ഇന്നത്തെ പുകഴ്ത്തലൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്നത്. അത് PMO എൻഡോഴ്സ് ചെയ്യുന്നപ്പോൾ മറുഭാഗത്ത് പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വോട്ടുകൾ ഇവിടെ BJP-ക്ക്, ഞാനിത് പറയാനുള്ള കാര്യം, BJP-ക്ക് ഇപ്പോൾ 60 മണ്ഡലങ്ങളിൽ, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 60 മണ്ഡലങ്ങളിൽ കൃത്യമായി അവരുടെ വോട്ട് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു പൊസിഷനാണ് നിലവിലുള്ളത്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 60 മണ്ഡലങ്ങളിൽ കൃത്യമായി അവർക്ക് വോട്ട് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അതുപോലെ തന്നെ 5 എണ്ണം നിലവിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് 5 മണ്ഡലങ്ങളിൽ BJP-ക്ക് ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് ആ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള 2026-ലെ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് ഗുണകരമാകില്ല. കോൺഗ്രസ് വിചാരിക്കുന്നത് പോലെ ഇതിനെ ഒരു സൂചനയായി കണ്ടുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ അവിടെ ഇടതുപക്ഷത്തെ മാത്രം തോൽപ്പിച്ചാൽ പോരാ, BJP-യും അവിടെ ഒരു ഭാഗത്ത് ശക്തിയായി വളരുന്നുണ്ട് എന്നത്, അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടാവുന്ന പോക്കറ്റുകൾ ഷെയർ ചെയ്ത് തന്നെയാണ് BJP-യും കേരളത്തിൽ വളരുന്നത് എന്നത് കോൺഗ്രസ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ആ ഒരു കുതിപ്പ് ഈ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിട്ടും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ടായിട്ടും 16,077 ലീഡുള്ളോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടും ഇത്രയും ലീഡ് കിട്ടിയുള്ളോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം താങ്കൾ നേരത്തെ അൻവർ ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിലൊരു കാര്യം കൂടി, PV+LDF 2016-ൽ 77,858 എന്ന് പറയുമ്പോൾ 47.91% ഇത്തവണ അങ്ങനെ ഒരു ഫാക്ടർ ആയിരുന്നെങ്കിൽ PV Anwar+LDF ആണെങ്കിൽ അത് ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 86,420 വോട്ടുകൾ അങ്ങനെ പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ആര്യാടൻ ഷൗക്കത്തിന് ഒരു ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ മലമറിച്ചു എന്ന രീതിയിലുള്ള ഒരു വിജയം എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി, അപ്പോഴും LDF-ന് ആശ്വസിക്കാൻ വകയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ UDF 111 മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റുകളുടെ കണക്ക് വെച്ച് നോക്കിയാൽ അങ്ങനെ മുന്നിലാണ്. അത് കണ്ടിട്ടാണ് അവരിപ്പോൾ അധികാരം പിടിക്കുമെന്ന് പറയുന്നത്. പക്ഷേ അവിടെ പണിയെടുക്കണം. ഈ 111 മണ്ഡലങ്ങളിൽ ലോക്സഭയിലെ ആ വോട്ട് നിലനിർത്തണമെങ്കിൽ പണിയെടുക്കണം. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞ കുറച്ച് മാസം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് പോലും അതിന്റെ 4/1 പോലും ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ UDF-ന്റെ വിജയത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കാം, UDF-ന്റെ വിജയം എന്ന് പറയുന്നത് അവരുടെ മുഴുവൻ കേരളത്തിലെ ആകെയുള്ള സംഘടനാ സംവിധാനം മുഴുവൻ വന്ന് ഒരു മണ്ഡലത്തിൽ, ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കേന്ദ്രീകരിച്ചതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നതാണ്. അൻവർ ഇത്രയും വോട്ട് നേടിയിട്ടും സ്വരാജ് പാർട്ടി വോട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ LDF പാടെ തകർന്നു എന്ന നിഗമനത്തിൽ അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ UDF-ന്റെ അതോടൊപ്പം PV അൻവറിന്റെ ഈ സാന്നിധ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. UDF നേതൃത്വം ഇപ്പോൾ PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുകയായിരുന്നെങ്കിൽ അൻവർ അവിടെ മത്സര സ്ഥലത്ത് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അവിടെയും ഒരു കാഞ്ഞ ബുദ്ധി UDF പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്തിന് UDF-ൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ട്, അത് PV അൻവറിലേക്ക് വന്നിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് UDF-ൽ നിന്ന്
ചോരുന്ന വോട്ട് നേരെ സ്വരാജിലേക്ക് പോകാതെ അത് പിടിച്ചു നിർത്താനുള്ള ഒരു തടയണയായി PV അൻവറിനെ കൃത്യമായി UDF ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ലീഗിന്റെ ബുദ്ധിയാകാനാണ് സാധ്യത, കുഞ്ഞാലിക്കുട്ടിയുടെ ബുദ്ധിയാകാനാണ് സാധ്യത. കാരണം 9 വർഷം LDF MLA ആയിരുന്ന PV അൻവറിനെ സാറ് പറഞ്ഞതുപോലെ അതിനു മുമ്പേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, 9 വർഷം MLA ആയിരുന്ന വേളയിൽ കൂടി അയാൾ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളാണ്. അപ്പോൾ LDF-ലെ അൻവർ ഫാൻസ് ഉണ്ട്, അല്ലാത്ത അൻവർ ഫാൻസ് ഉണ്ട്. ഈ വോട്ടുകളെല്ലാം നേരിട്ട് സ്വരാജിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ, ഷൗക്കത്തിലേക്ക് അത് വരില്ല, അപ്പോൾ അത് നേരിട്ട് സ്വരാജിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു തടയണയായി അവിടെ അൻവറിനെ ഇറക്കിയത് കൊണ്ട് കൂടിയാണ് ഷൗക്കത്തിന്റെ വിജയം എന്നതാണ് എന്റെ ടേക്ക്. ഈ BJP-യുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം. ഇത്തവണ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഈ നിലമ്പൂരിൽ സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയാറാണ് പതിവ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല. നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2012 O രാജഗോപാലിന് 14,000 വോട്ടിന്റെ വർധനവുണ്ടായത്. അന്ന് സെൽവരാജിന്റെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അന്ന് 14,000-ൽ നിന്ന് 30,000-ഓളമാണ് വോട്ട് വർദ്ധിപ്പിക്കുന്നത് O രാജഗോപാൽ. 14,000 വോട്ടിന്റെ വർധനവുണ്ടായി. 24,000 വോട്ടിന്റെ വർധനവുണ്ടായി. ഇനി കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു 2019. കോന്നിയിൽ K. സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് സമാനമായ വർധനവ്, എനിക്ക് തോന്നുന്നു ഏകദേശം 20,000-ലും അപ്പുറം 24,000 അപ്പുറം വോട്ട് കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ കോന്നിയിലാണെങ്കിലും അത് K. സുരേന്ദ്രൻ ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അവിടെയൊക്കെ വോട്ട് കൂട്ടാറുണ്ട്. തീർന്നിട്ടില്ല. അതാണ് ഞാൻ പറയാൻ വരുന്നത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ്, വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവിച്ചത്? വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് 17,000 വോട്ടാണ് BJP-ക്ക്. ആ വോട്ട് എവിടെ പോയി? K. സുരേന്ദ്രനെ 17,000 വോട്ട് ഇപ്പോൾ എവിടെ പോയി? ചോദ്യം ഇതാണ്, 2026-ന്റെ സൂചനയാണോ എന്നുള്ളതാണ്. യെസ് എന്നാണ് 3 പേരുടെ അഭിപ്രായം, നോ എന്ന് 2 പേർ. Meet the editors.